ഹലോ ഫ്രണ്ട്സ്, ഇറ്റ്സ് മീനി ദിസ് വ്ലോഗിൻ്റെ പുതിയൊരു റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളിന്ന് മീനില്ലാതെ എങ്ങനെയാണ് മീൻ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നല്ല അടിപൊളിയായിട്ടുള്ള ഫിഷ് ഫ്രൈയുടെ ടേസ്റ്റിലുള്ള നല്ലൊരു റെസിപ്പിയാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണണ്ടേ. അതിന് മുന്നേ എല്ലാവരും ആ ലൈക്ക് ബട്ടനും ഹൈ ബട്ടനും ഒക്കെ ഒന്ന് ക്ലിക്ക് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് റെസിപ്പി കാണുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. നമുക്കുണ്ടല്ലോ ഉച്ചയ്ക്ക് ഒരു നേരം മീനൊന്നും ഇല്ലെങ്കിൽ ഈ ഒരെണ്ണം മാത്രം മതി കേട്ടോ ചോറ് കഴിക്കാനായിട്ട്. അത്രയും ടേസ്റ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് ആദ്യം നന്നായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഞാനിത് കഴുകിയെടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ ആ ഒരു ഈ ഒരു വാല് ഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റാം. എന്നിട്ട് നമ്മൾ സാധാരണ ഇങ്ങനെ നീളത്തിലോ കൂർവ് അങ്ങനെയൊക്കെയല്ലേ ചെയ്യുന്നത്. ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ ആണ് കേട്ടോ കട്ട് ചെയ്ത് എടുക്കുന്നത്. ഈ ഒരു രീതിയിൽ നമുക്ക് ഇങ്ങനെ എന്നാൽ അത്യാവശ്യം കട്ടിയുണ്ട് താനും, എന്നാൽ ഒരുപാട് കട്ടിയില്ല, ഒരു പരുവത്തിൽ വേണം കട്ട് ചെയ്യാൻ. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് മൊത്തത്തിൽ ഒന്നെങ്കിൽ നമുക്കൊരു 4 അല്ലെങ്കിൽ 5 ഒക്കെ നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. ഇനി ഒന്ന് കൂടെ ഇതാക്കി കട്ട് ചെയ്യാം. ഇതേ കണ്ടോ, ഇങ്ങനെ 4 ഇപ്പോൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിനൊരു ഇച്ചിരിയും കൂടെ ഒരു കട്ടിയുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരെണ്ണം കൂടെ ആ ഒരു രീതിയിൽ കട്ട് ചെയ്തിട്ട് ഒരു വാല് ഭാഗം ഒരിത്തിരി ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ്. അതും കൂടെ നമുക്കൊന്ന് കട്ട് ചെയ്യാം. അപ്പോൾ അതേ നമുക്ക് മൊത്തത്തിൽ ഇതേപോലൊരു 5 പീസായിട്ടാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. ചെറിയ രീതിയിൽ, ഒരുപാട് വേണ്ട, ചെറിയൊരു രീതിയിൽ മാത്രം നമുക്ക് ഇതേപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കാം. ഈ 5 നമുക്ക് ഇതുപോലെ വരയാം കേട്ടോ. അപ്പുറത്തെ സൈഡ് ഞാൻ വരയുന്നില്ല, ഒറ്റ സൈഡ് മാത്രമേ വരഞ്ഞിട്ട് എടുക്കുന്നുള്ളൂ കേട്ടോ. ഒരുപാട് നമ്മൾ മീൻ ഒക്കെ വരയുന്ന പോലെ ചെറിയ രീതിയിൽ മാത്രം ഒന്ന് വരഞ്ഞാൽ മതി. ഇത് കട്ട് ചെയ്തുകൊണ്ട് എടുത്ത സമയത്ത് ചെറിയതായിട്ടൊരു മുടിക്കിനൊരു ചെറിയൊരു പൊട്ടൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് കൂടെ വരഞ്ഞെടുക്കാം. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. നമുക്കിത് മാത്രം ഉണ്ടെങ്കിൽ ചോറ് കഴിക്കാം, അത്രയ്ക്കും ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ നമ്മളിതേ ഇത് ഒരു 5 ഇതേപോലെ നമ്മൾ വരഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. അപ്പോൾ ഇത് ഞാനൊരു ഫ്രൈ പാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ലേശം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ലേശം അളവിൽ കുറച്ച് ജിഞ്ചർ ഗാർലിക്, അതായത് നമ്മൾ ചതച്ചെടുത്തത് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കൊരു 1.5 സ്പൂണ് അളവിൽ കുറച്ച് മുളക് പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരുപാട് എരിയുള്ള മുളകല്ലേ. നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ലേശം കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം നിങ്ങൾക്ക് ചിലർക്ക് എണ്ണ ഒഴിക്കാൻ ചിലപ്പോൾ താല്പര്യം ഇല്ലയെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ മസാലയ്ക്ക് ചിലർ വെള്ളം ഒഴിച്ചിട്ടൊക്കെ ചെയ്യാറുണ്ട്. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വെള്ളം ഒഴിച്ച് മസാല ചെയ്താൽ മതി. പക്ഷേ ചെറിയ രീതിയിൽ ഒരുപാട് നമ്മൾ എണ്ണ ഉപയോഗിക്കുന്നില്ലല്ലോ. അപ്പം കുറച്ച് അളവിലൊക്കെ നമുക്ക് എണ്ണ എടുക്കാം. അപ്പോഴത്തേ ഇനിയിപ്പോൾ ഇതിപ്പോൾ ഓരോന്ന് ഇതിലേക്ക് ആ ഒരു മസാലയൊക്കെ നമുക്കൊന്ന് പിടിപ്പിക്കണം കേട്ടോ. നന്നായിട്ട് ഓരോന്നിലും നമുക്ക് പിടിപ്പിച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് അടുത്തതും ഇതേപോലെ തന്നെ ചെയ്യാം. കഴിച്ചിട്ടില്ലാത്തവർ ഇതുപോലൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും, നല്ലൊരു ടേസ്റ്റാണ്. ഇപ്പോൾ ഒരു ദിവസം നമുക്ക് മീനില്ലെങ്കിൽ പോലും നമുക്ക് ഇത് മാത്രം മതി ചോറ് കഴിക്കാനായിട്ട്, അത്രയും ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്തൊക്കെ നോക്കുക. ഇത് നമ്മുടെ പുറം ഭാഗമാണ്, പക്ഷേ നമ്മൾ അങ്ങോട്ട് ആവി കൊള്ളുമല്ലോ. ഇതിപ്പം വേവുന്ന ആ ഒരു സമയത്ത് തന്നെ അത് നന്നായിട്ട് അങ്ങ് സോഫ്റ്റ് ആയിക്കോളും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പുറം ഭാഗമാണെങ്കിൽ നമ്മൾ വരഞ്ഞൊന്നും കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ ബാക്കി 2 ഉണ്ട്. അപ്പോൾ ഞാൻ അതും കൂടി ഇതുപോലൊക്കെ ഒന്ന് മസാല അതിനകത്തോടൊക്കെ ഒന്ന് പുരട്ടിയെടുക്കട്ടെ. അല്ലെങ്കിൽ പറഞ്ഞ വീഡിയോ ഒരുപാട് ലെങ്തി ആയിപ്പോവും. അപ്പോൾ അതും കൂടി ഞാൻ ഒന്ന് പുരട്ടിയെടുക്കട്ടെ.
അപ്പോഴത്തേക്കും നമ്മൾ അരപ്പൊക്കെ രണ്ട് സൈഡും തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഒന്ന് ഫ്രൈ ചെയ്യാം. ഒരു 3-4 മിനിറ്റ് മാത്രമേ ഞാനിത് മാരിനേറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുള്ളൂ. കാരണം പെട്ടെന്ന് തന്നെ വെജിറ്റബിൾ അല്ലേ, പെട്ടെന്ന് തന്നെ ആയിക്കോളും. അപ്പം നമുക്കിനിയിപ്പോൾ ഇതൊന്ന് ഫ്രൈ ചെയ്യാം. അപ്പോൾ അത് ഞാനിത് ഫ്രൈ ചെയ്യാനും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ 3 മാത്രമേ ഇപ്പോൾ ഫ്രൈ ചെയ്യാനും എടുത്തിട്ടുള്ളൂ. കാരണം നമ്മളിത് വലുതായതുകൊണ്ട് തന്നെ നമുക്ക് സ്പേസ് ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ 2ആയിട്ട് വറുത്തെടുക്കാനാണ്. അല്ലെങ്കിൽ നമുക്കത് തിരിച്ചും മറിച്ചുമൊക്കെ ഇടാനായിട്ട് ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ 5 കൂടെ ഒന്ന് ചിടുവാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പം നിലവിൽ 4 മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ ഇത് ഞാനിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ഇത് തിരിച്ചിടേണ്ട ഒരു പരുവാകുന്ന സമയത്ത് ഞാൻ പറയാം. കാരണം നമ്മൾ ഒരുപാടങ്ങ് കൂടിയ ഒരു തീയിലിത് ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. എപ്പോഴും കുറഞ്ഞൊരു തീയിൽ ഇട്ടിട്ട് ചെയ്യുമ്പോഴാണ് ശരിക്കും ഇതിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. അപ്പം ഇതെന്തായാലും തിരിച്ചിടുന്ന സമയത്ത് ഏത് പരുവത്തിലാണെന്നുള്ളത് ഞാൻ കാണിച്ചിട്ട്. അപ്പോൾ ഇതെന്തായാലും ഒന്ന് പാനൊന്ന് ചൂടായി വരട്ടെ. അപ്പോൾ നമ്മളിത് ഒരു സൈഡ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കാണുമ്പോൾ തന്നെ അറിയാം കേട്ടോ. അതാണ്ട് ഇത് കണ്ടോ, ഇങ്ങനെ ഒരു സൈഡ് ഭാഗമൊക്കെ ഇതേ നമ്മൾ തൊട്ട് നോക്കുമ്പോൾ കണ്ടോ കുറച്ച് സോഫ്റ്റ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. ഇതേ കണ്ടോ, നമ്മൾ ആ ഞെക്കുന്ന സമയത്ത് ഞെങ്ങ് കൊള്ളും. ആ ഒരു പരുവത്തിൽ തന്നെ നമ്മളിത് തിരിച്ചിടണം. കാരണം ഒരുപാടങ്ങ് മൂത്ത് പോകരുത്. എന്നാലും നമ്മൾ ആ ഒരു കഴിക്കുന്ന സമയത്ത് ആ ഒരു സോഫ്റ്റ്നെസ്, ഇത് കണ്ടോ, ആ ഒരു സോഫ്റ്റ്നെസ് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഒരുപാടങ്ങ് മൂത്ത് പോവാതെ വേണം നമ്മളത് തിരിച്ചിടാനായിട്ട്. അപ്പോൾ നമുക്ക് അടുത്ത കൂടെ തിരിച്ചിടാം. ഒരു ഇത് കണ്ടോ, ഒരു കട്ടിക്കുറവുണ്ടാവും കണ്ടോ. അപ്പോൾ ആ ഒരു പരുവത്തിൽ വേണം നമ്മളിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതും കൂടെ തിരിച്ചിടാം. ആ ഒരു സൈഡ് ഇച്ചിരി ഒരു കട്ട് ചെയ്ത സമയത്ത് ഒന്നിത്തിരി പൊട്ടിപ്പോയത് കൊണ്ടാണ് തിരിച്ചിടാനായിട്ടുള്ള ഇത്തിരി പാട്. അപ്പോൾ നമ്മൾ അതും തിരിച്ച് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി ആ ഒരു സൈഡും കൂടെ നമുക്ക് നന്നായിട്ട് അതൊന്ന് ചെറിയ രീതിയിൽ അതും കൂടെ ഒന്ന് ഫ്രൈ ആയി കിട്ടട്ടെ. അപ്പോൾ ഇത് 2 സൈഡും ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. നല്ല സോഫ്റ്റായിട്ടാണ് കേട്ടോ ഇത് കിട്ടിയിട്ടുള്ളത്. അതേ കണ്ടോ, കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും. അത്രയും നല്ല ടേസ്റ്റാണ് ഇതിന്. ഇപ്പം നമ്മൾ ഇനി 2 കൂടെ ചെയ്തെടുക്കാനുണ്ടല്ലോ. അപ്പോൾ 3 ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കി 2 കൂടെ ഞാൻ ഇട്ട് കൊടുക്കട്ടെ. അപ്പോൾ ബാക്കിയുള്ള 2 ഇതേ സെയിം എണ്ണയിൽ തന്നെയാണ് കേട്ടോ. നമ്മൾ കാണുമ്പോൾ ഒരുപാട് എണ്ണ ഒഴിച്ചൊന്നുമല്ല നമ്മളിത് ഫ്രൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു എണ്ണയിൽ തന്നെ നമുക്ക് ഈ ബാക്കിയുള്ള 2 കൂടെ ഇപ്പോൾ ചെയ്തതുപോലെ തന്നെ ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വഴുതനങ്ങ ഫ്രൈ ഇവിടെ തയ്യാറായിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, ഉച്ചയൂണിനൊക്കെ കഴിക്കാൻ പറ്റിയതാണ്. ഇപ്പോൾ ഒരു ദിവസം നമുക്ക് മീനൊന്നും ഇല്ലെങ്കിലും എല്ലാവരും ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്ക്, ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. വലിയ വഴുതനങ്ങയാണെങ്കിൽ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്ത് നോക്കുക, ചെറുതാണെങ്കിലും അതുപോലെ ചെയ്യുക. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക, ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട നല്ലൊരു റെസിപ്പിയാണ് ഇന്ന് തയ്യാറാക്കിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇതേപോലെ ഒരുപാട് റെസിപ്പീസ് നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അപ്പം കാണാത്തവരുണ്ടെങ്കിൽ അതുകൂടെ കയറി കണ്ടു നോക്കുക. അപ്പം ഇനിയും നല്ല നല്ല റെസിപ്പീസുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവരും സുഖമായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറന്നു വരും. കാരണം നിങ്ങളുടെ സപ്പോർട്ടൊക്കെ നമുക്ക് ആവശ്യമാണ്. അപ്പം ഇനിയും നല്ല നല്ല റെസിപ്പീസുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവരും സുഖമായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. പുതിയ റെസിപ്പിയായിട്ട് കാണുന്നവരെല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.